നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് അതീവ ശക്തിയേറിയ ഒരു കാളി മന്ത്രത്തെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾ നടക്കുവാനും എല്ലാ തടസ്സങ്ങൾ നീങ്ങുവാനും ഈ മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ്. കാര്യ സാധ്യത്തിനും ആഗ്രഹ സഫലീകരണത്തിനും ഉപയോഗിക്കുന്ന കാളി ഗായത്രി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഈ കാളി മന്ത്രം വിധിപ്രകാരം ഉരുവിടുന്നവർക്ക് ഏതാഗ്രഹവും കാളിയമ്മ നടത്തിത്തരുന്നതാണ്. എല്ലാവിധ തടസ്സവും, മരണഭയം, ആഭിചാര ദോഷം, രോഗാവസ്ഥ, സാമ്പത്തിക അഭിവൃദ്ധി, വിധപ്പിഴ ദോഷങ്ങൾ, കുടുംബ ഐക്യം എന്നിവ ഈ കാളി ഗായത്രി മന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരാൾ ഉരുവിട്ടാൽ പോലും കുടുംബത്തിലെ എല്ലാവർക്കും ഈ മന്ത്രത്തിന്റെ ഗുണം ലഭിക്കുന്നു എന്നതാണ് മന്ത്രത്തിന്റെ ശക്തി. ഇനി നമുക്ക് കാളി ഗായത്രി മന്ത്രമെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് കാളി ഗായത്രി മന്ത്രം. ഓം രുദ്രസൂധായേ വിദ്മഹേ ദാരിക നിഗ്രഹായേ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഓം രുദ്രസൂധായ വിദ്മഹേ ദാരിക നിഗ്രഹായേ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത്. ഈ ഗായത്രി മന്ത്രം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും തന്നെ ഉരുവിടാൻ പറ്റുന്നതാണ്. ഈ മന്ത്രം കാണാതെ പഠിച്ചു ഉറച്ചതിനു ശേഷം മാത്രം മന്ത്രം ഉരുവിടുവാൻ ശ്രമിക്കുക. രാവിലെ പ്രഭാതവേളയിലും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലും രാത്രികാലങ്ങളിലും ഈ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. 21, 108, 336 എന്നിങ്ങനെ ജപസംഖ്യയിൽ നിങ്ങൾക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ്. രാവിലെ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ പടിഞ്ഞാറോട്ടും ഇരുന്നു കൊണ്ട് വേണം മന്ത്രം ഉരുവിടുവാൻ. പൂജാമുറിയിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ശുദ്ധിയും വൃത്തിയോടും കൂടി ഇരുന്ന് മന്ത്രജപം നടത്തുവാൻ ശ്രമിക്കുക. സ്ത്രീ പുരുഷന്മാർ ആർത്തവ കുലവാലായ്മ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടുവാൻ പാടുള്ളതല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.